എല്ലാവർക്കും വന്ദനം. അനുഗ്രഹിക്കപ്പെട്ട ഒരു മെയ് മാസം ദൈവം നമുക്ക് ദാനമായി തന്നു. അതിൻ്റെ ഓരോ ദിവസവും നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടു. നമ്മുടെ പ്രാർത്ഥനകൾക്കെല്ലാം ഫലമുണ്ടായി. പല പ്രാർത്ഥനകൾക്കും ഈ മാസം മറുപടി കണ്ടില്ല എങ്കിലും ദൈവം നമുക്കൊരു പുതിയ മാസം നാളെ മുതൽ തരികയാണ്. നമ്മുടെ മറുപടികളുടെ ഒരു മാസമായിട്ട് ഒരു പുതിയ മാസം ആരംഭിക്കുകയാണ്. അതുകൊണ്ട് കർത്താവിലുള്ള പ്രത്യാശ ആരും കളയരുത്. വിശ്വാസം എന്നതും ആശിക്കുന്നതിൻ്റെ ഉറപ്പാണെന്നും കാണാത്ത കാര്യങ്ങളെ നിശ്ചയമാണെന്നും പറയുന്നു. അതിലാണ് പൂർവികന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബും എല്ലാവരും വിശ്വാസത്താലാണ് നീതിമാന്മാർ ജീവിച്ചത്. അതുകൊണ്ട് ഒരിക്കലും കർത്താവിൽ വിശ്വസിക്കുന്ന ഒരാൾ ലജ്ജിച്ചു പോയില്ല. നിങ്ങളെല്ലാ ചോദ്യങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ദൈവം 100% മറുപടി തരും. ജീസസ് എവരിഡേ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഞങ്ങളുടെ പ്രാർത്ഥന വിഷയത്തിലുള്ളവരാണ്. നിങ്ങൾ ഞങ്ങളുടെ കുടുംബാംഗങ്ങളാണ്. നമുക്ക് ഒരുമിച്ച് ദൈവരാജ്യം പണിയാൻ ഇനിയും കർത്താവ് അവസരങ്ങളും അതിനുള്ള അനുഗ്രഹങ്ങളും തരും. ഇന്ന് പലർക്കും ജോലിയില്ലായിരിക്കാം. ഇന്ന് പലർക്കും വിദ്യാഭ്യാസ വഴികൾ അടഞ്ഞതുപോലെ തോന്നും. എന്നാൽ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ വലുത് സഫലവുമായ വാതിലുകളൊക്കെ തുറന്നു വരുന്നത് നിങ്ങൾ കാണും. അനേക വിവാഹങ്ങൾ നടക്കും. അനേകം മറുപടികൾ കണ്ട് നിങ്ങൾ തൊഴുത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന പശുക്കിടാങ്ങളെ പോലെ തുള്ളിച്ചാടുന്ന സമയം വരും. ഇതെല്ലാം പറയുമ്പോൾ ഞാൻ നിങ്ങളെ വെറുതെ പ്രോത്സാഹിപ്പിക്കാൻ മാത്രമല്ല പറയുന്നത്. ഒരു പ്രവാചക ശബ്ദത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളെ ചൂണ്ടി പറയുകയാണ്. നിങ്ങളുടെ വീടിൻ്റെ സ്ഥിതികൾക്ക് 100% മറുപടിയുണ്ട്. കർത്താവിൽ അടിയുറച്ച് നമുക്ക് ആശ്രയിക്കാം, വിശ്വസിക്കാം. ചേർന്ന് പാടി നമുക്ക് ഒരുമിച്ച് യേശുവിനെ ആരാധിക്കാം. Stumble again through, I'm caught in your grace everlasting. Your light will shine on hell's fates, never ending. Your glory goes beyond on faith. Yeah, my heart and my soul, Lord, I give you control. Consume me from the inside out, Lord. Let justice and praise become my embrace, to love you from the inside out. You will above all us, my purpose remains. The art of losing myself in bringing you praise everlasting. Your light will shine on hell's fates, never ending. Your glory goes beyond on faith. Yeah, my heart and my soul, Lord, I give you control. Consume me from the inside out, Lord. Let justice and praise become my embrace, to love you from the inside out, everlasting. Your light will shine on hell's fates, never ending. Your glory goes beyond on faith, and the cry of my heart is to bring you praise from the inside. All of my soul cries out, everlasting. Your light will shine
used to bring your praise from the inside of my soul cries out, Lord. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 1-ാം വാക്യം മുതൽ. അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടുവന്നു എന്ന് 2-ാം വാക്യത്തിൽ. അവനെക്കുറിച്ച് 1-ാം വാക്യത്തിൽ പറയുന്നത്, ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരത്ത് പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ ആ സമയത്ത് വേറൊരുത്തനെ ചിലർ ചുമന്നുകൊണ്ടുവന്നു. ഇവർ രണ്ടു കൂട്ടരും ഒരേ സമയത്താണ് വരുന്നത്. അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരുവനും അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ കർത്താവ് വിളിച്ച പത്രോസ് യോഹന്നാനും, ഇവർ രണ്ടുപേര് 2 ദിക്കിൽ നിന്ന് ഒരേ സ്ഥലത്തേക്ക് വരികയാണ്. പത്രോസ് യോഹന്നാനും വന്നതുപോലെയല്ല അവർ വരുന്നത്. അവരൊരു കൂട്ടം ഇവനെ ചുമന്നുകൊണ്ട് വരികയാണ്, ഈ മുടന്തനെ. മുടന്തനിലാണ് അവരുടെ പ്രതീക്ഷ മുഴുവനും. മുടന്തന്റെ പ്രതീക്ഷ മനുഷ്യരുടെ പോക്കറ്റിലുമാണ്, അല്ലെങ്കിൽ കൈകളിലാണ്. അതുകൊണ്ട് മനുഷ്യരുടെ മുഖത്തേക്ക് നോക്കും, അവരുടെ കൈകൾ ചലിക്കുന്നുണ്ടോ എന്ന് നോക്കും. ചുമന്നുകൊണ്ടുവന്നവരുടെ പ്രതീക്ഷ ഈ മുടന്തന്റെ മുൻവശത്ത് വിരിച്ചിരിക്കുന്ന ആ വിരിപ്പിൽ നാണയത്തുട്ടുകളുടെ എണ്ണം കൂടുന്നുണ്ടോ. എല്ലാവർക്കും പ്രതീക്ഷകളാണ്. മുടന്തനെ ചുമന്നുകൊണ്ടുവന്നവർക്കും പ്രതീക്ഷയാണ്. അതായത് 2-ാം വാക്യത്തിൽ, അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടുവന്നു. അവനെ ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷയാചിപ്പാൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കൽ ദിനം പ്രതി ഇരുത്തുമാറുണ്ട്. ജീവിതത്തിൽ കഷ്ടിച്ച് ജീവിച്ചു പോകാനുള്ള പ്രതീക്ഷയാണ് ഈ ചുമന്നുകൊണ്ടുവന്നവർക്കും ചുമക്കപ്പെട്ട ഈ മുടന്തനുമുള്ളത്. എന്നാൽ നമ്മൾ ആദ്യം വായിച്ച വാക്യത്തിൽ പത്രോസ് യോഹന്നാനും അവരുടെ 2 പേരുടെയും പ്രതീക്ഷ ഈ ഭൂമിയിൽ ഒരാൾ പോലും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണമെന്നുള്ള കർത്താവിൻ്റെ വചനങ്ങളിലാണ്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും എന്നുള്ള പ്രതീക്ഷ. അവർ രോഗികളെ സൗഖ്യമാക്കും, രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യമാകും എന്ന് യേശു പറഞ്ഞ പ്രതീക്ഷ. യേശു വീണ്ടും വരും എന്ന പ്രതീക്ഷ. ഭൂമിയിലും ഭൂമിക്കപ്പുറവും പ്രതീക്ഷയുള്ള 2 പേർ. ഓരോ ദിവസവും 3 നേരം കഷ്ടിച്ച് ജീവിച്ചു പോയാൽ മതി എന്ന് പ്രതീക്ഷ വെക്കുന്ന മറ്റൊരു സമൂഹം. ഇന്ന് നമ്മൾ ഈ കാണുന്ന സമൂഹത്തിലെല്ലാം ഇതാ, എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചാൽ മതി, മനുഷ്യനായി ജനിച്ചുപോയി. വീട്ടുകാർ നിർബന്ധിച്ചു, കല്യാണം കഴിച്ചു, പിള്ളേരായി, എങ്ങനെയെങ്കിലും പിള്ളേരെ ഒന്ന് പഠിപ്പിച്ച് ഒരു കര പറ്റിച്ചാൽ മതി, എങ്ങനെയെങ്കിലും. പ്രതീക്ഷകളെല്ലാം ചെറിയ കാര്യങ്ങളിലും താൽക്കാലിക കാര്യങ്ങളിലുമാണ്. എന്നാൽ യേശു പഠിപ്പിച്ചത്, നിങ്ങളുടെ ഹൃദയത്തെ കലക്കി കളയരുത്, ദൈവത്തിലും വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ പോയിട്ട് നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയിട്ട് നിങ്ങളെ ചേർക്കാൻ ഞാൻ വരും. നിങ്ങളുടെ പ്രതീക്ഷ ഭൂമിയിൽ മാത്രം വെക്കരുത്. മറ്റൊരു ഭാഗത്ത് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, കള്ളൻ തുരന്ന് മോഷ്ടിക്കുകയും പുഴുവും തുരുമ്പും കെടുക്കുകയും ചെയ്യുന്ന ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപങ്ങളെ സ്വരൂപിക്കരുത്. എന്നാൽ ജീവിക്കാൻ വേണം, മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണം.
അതായത് കഷ്ടിച്ച് ജീവിക്കണമെന്നല്ല ഈ പറഞ്ഞത്. നിക്ഷേപങ്ങളായിട്ട് ആർക്കും ഒന്നും കൊടുക്കാതെ ഒരു പ്രയോജനമില്ലാതെ കുറേ സമ്പാദിച്ചു വെച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ലക്ഷങ്ങൾ സമ്പാദിക്കാം, കോടികൾ സമ്പാദിക്കാം. എന്നാൽ അത് ദൈവരാജ്യത്തിന് വേണ്ടിയും സാധുക്കൾക്ക് വേണ്ടിയും ദൈവനാമ മഹത്വത്തിന് വേണ്ടിയും ഒക്കെ ചെലവാക്കിയാൽ ആ പ്രതിഫലം സ്വർഗത്തിൽ നിക്ഷേപമാകും. അതുകൊണ്ടാണ് യേശു മറ്റൊരു ഭാഗത്ത് പറഞ്ഞത്, അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങളുടെ സ്നേഹിതന്മാരെ നിങ്ങൾ ഉണ്ടാക്കണം. പണം കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കാൻ പറ്റും. എന്താണ് സ്നേഹിതൻ? താൽക്കാലിക സ്നേഹിതനല്ല, നിലനിൽക്കുന്ന സ്നേഹിതന്മാരെ ഉണ്ടാക്കണം. പണം ഉപയോഗിച്ച് ആത്മാക്കളെ നേടുമ്പോൾ അവർ നമ്മുടെ സ്നേഹിതരാകും. നമ്മൾ ഒരാളെ സുവിശേഷം കൊണ്ട് യേശുവിനെ കൊടുക്കുമ്പോൾ ആ കുടുംബത്തിന് എന്നും നമ്മളോടൊരു കടപ്പാടുണ്ട്. എന്നെ വിശ്വാസത്തിലേക്ക് നയിച്ച എൻ്റെ പാസ്റ്ററിനോട് എനിക്ക് ഭയങ്കര കടപ്പാടാണ്. ആ കുടുംബം എൻ്റെ സ്നേഹ കുടുംബമാണ്. ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും പ്രിയപ്പെട്ട കുടുംബമാണ്. അപ്പോൾ ആ പാസ്റ്റർ ഒരു ചർച്ച വെച്ചില്ലായിരുന്നെങ്കിൽ, അവർ കുടുംബമായിട്ട് അവരുടെ പണം മുഴുവനും ദൈവരാജ്യത്തിൽ വിതച്ചില്ലായിരുന്നെങ്കിൽ, ഞങ്ങളെപ്പോലെയുള്ളവർക്കൊക്കെ ദൈവത്തെ അറിയാനുള്ള അവസരം നഷ്ടപ്പെട്ടു പോകും. പാസ്റ്റർ എനിക്ക് വേണ്ടി ഒത്തിരി ചെലവാക്കി. ആ നാളുകളിൽ അതെല്ലാം എനിക്ക് വലിയ നിധി പോലെയായിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തതെല്ലാം എൻ്റെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി മാറി. ദൈവരാജ്യത്തിൽ വിതയ്ക്കുക എന്ന് പറഞ്ഞത് മറ്റുള്ളവർക്ക് വേണ്ടി ആ ബന്ധം എന്നും നിലനിൽക്കുന്നതാണ്. അനീതിയുള്ള പണം കൊണ്ട്, മാമോനെ കൊണ്ട് സ്നേഹിതന്മാരെ ഉണ്ടാക്കുക, ആത്മാക്കളെ നേടുക, ഭൂമിയിൽ വെച്ച് കിട്ടുന്ന ഏറ്റവും വലിയ ചാൻസാണത്. ഇതാ, പ്രതീക്ഷകളുള്ള രണ്ട് സമൂഹങ്ങൾ ഒരുമിച്ച് കാണുന്നു. അപ്പോൾ ഒരുവനെ സുന്ദരമെന്ന് ദേവാലയത്തിൻ്റെ ഗോപുരവാതിക്കലിരുത്തുന്നു. പത്രോസും യോഹന്നാനും ദേവാലയത്തിൻ്റെ അകത്തേക്ക് പോകുന്നു. രണ്ടുപേരും ആ പടിക്കെട്ടിൻ്റെ താഴെ വെച്ച് കണ്ടുമുട്ടുന്നു. അവിടെയാണ് ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകുന്നത്. ഒരു ഷിഫ്റ്റ് നടക്കാൻ, ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകാൻ പ്രത്യേകിച്ച് പ്രധാന സ്ഥലങ്ങളൊന്നും വേണ്ട. അതായത് ആ ദേവാലയത്തിൻ്റെ ഉള്ളിൽ കയറണമെന്നൊന്നുമില്ല. ദേവാലയത്തിൻ്റെ പടിക്കെട്ടിന് താഴെ, ഒന്നുകൂടി പറഞ്ഞാൽ ഒരുപക്ഷെ എല്ലാവരും ചെരുപ്പിടുന്ന സ്ഥലത്ത്, ഏറ്റവും മൂല്യം കുറഞ്ഞ ഒരു സ്ഥലത്ത്, അവിടെ നിന്നാണ് ആ ദേവാലയത്തിൽ വലിയൊരു ഷിഫ്റ്റ് നടന്നത്. പത്രോസ്, അടുത്ത വാക്യം, അവൻ പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. ചേട്ടാ സഹായിക്കണേ. അദ്ദേഹത്തിന് അറിയാവുന്ന ചില ഡയലോഗുകൾ പറഞ്ഞു കാണും. ഒന്നും കഴിച്ചിട്ടില്ല, സഹായിക്കണേ, എനിക്കാരുമില്ല, എന്നെ സഹായിക്കണേ. പത്രോസ് യോഹന്നാനോടുകൂടി അവനെ ഉറ്റുനോക്കി, ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. ഞങ്ങളുടെ കയ്യിലേക്ക് നോക്കല്ലേ, ഞങ്ങളുടെ പോക്കറ്റിലേക്ക് നോക്കല്ലേ, ഞങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കൂ. ഞങ്ങളിൽ ഒരുവനുണ്ട്, ഞങ്ങൾക്കൊരകത്തെ മനുഷ്യനുണ്ട്, ഞങ്ങളുടെ കയ്യിൽ പൊന്നും വെള്ളിയില്ല. അടുത്ത വാക്യം എങ്ങനെയാണ്? അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസറേനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞു. അവനെ വലങ്കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവൻ്റെ കാലും നരിയാണി ഉറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു. ഒരു ചരിത്രം അവിടെ ഉണ്ടാകുകയാണ്. ഒരു പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങി വന്നപ്പോഴല്ല, പ്രാർത്ഥനയുടെ മധ്യഭാഗത്തല്ല, പ്രാർത്ഥിക്കുന്നതിന് പോലും മുമ്പ് ആരാധനാലയത്തിൻ്റെ ഒരു ഇരിപ്പിടത്തിൽ പോയി സ്ഥലം ഉറപ്പിക്കുന്നതിന് മുമ്പ്
അവിടെ ഒരു ഷിഫ്റ്റ് നടന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന സമയത്തല്ല ഒരു ദൈവപ്രവൃത്തി, ഒരു ബ്രേക്ക് ത്രൂ, ഒരു ചലനം, ഒരു ദൈവ മഹത്വം കാണാൻ പോകുന്നത്. അത് ഏത് സമയത്തും അത് സംഭവിക്കാം. തക്ക സമയത്ത് ഉയർത്തുന്ന കർത്താവിൻ്റെ കൈക്കീഴെ താണിരിക്കുന്ന ഏത് പത്രോസിനും ഏത് യോഹന്നാനും വേണ്ടി കർത്താവിൻ്റെ കരം ചലിക്കും. അത് എവിടെയാണെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ചില സമയങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് മീറ്റിങ്ങിൻ്റെ ഒടുവിലായിരിക്കും, അല്ലെങ്കിൽ മീറ്റിംഗ് കഴിഞ്ഞ് ചില ദിവസങ്ങൾ കഴിഞ്ഞായിരിക്കും, അല്ലെങ്കിൽ ഒരു 3 ദിവസത്തെ ഉപവാസത്തിന് ശേഷമായിരിക്കും. ഏത് നേരത്തും കർത്താവിൽ ഒരുക്കത്തോടെ നടക്കുന്ന, പ്രാർത്ഥന സ്ഥലം അന്വേഷിച്ച് നടക്കുന്ന, പ്രാർത്ഥന സമയങ്ങൾ തെറ്റിക്കാത്ത പത്രോസുമാരും യോഹന്നാന്മാരും ഇതൊന്ന് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്ന സമയമാണ് നിങ്ങളുടെ എൻ്റെ ഷിഫ്റ്റ് നടക്കുന്ന സമയം. കർത്താവിന് പ്രത്യേക സമയമില്ല, കർത്താവിന് പ്രത്യേക സ്ഥലമില്ല, കർത്താവിന് പ്രത്യേക സീസണില്ല. ഇതെല്ലാം തീരുമാനിക്കുന്നത് പ്രാർത്ഥിക്കുന്നവരാണ്, വിശ്വസിക്കുന്നവരാണ്. അതാണ് പത്രോസ് പറഞ്ഞത്, ഞാനൊന്ന് പ്രാർത്ഥിച്ച് നോക്കട്ടെ. ഞാനൊരു വാക്ക് പറയുകയാണ്, ചില ദിവസങ്ങൾക്കുള്ളിൽ താങ്കൾക്ക് ചില മാറ്റങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഉടനെ താങ്കൾ ഞങ്ങളുടെ യോഗത്തിൽ വന്ന് ഒരു 3 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയറിൽ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങൾ പറയാം എന്ത് സംഭവിക്കും ഇല്ല എന്ന്. ഒരു പക്ഷേ ദൈവത്തിന് അത് ചെയ്യാൻ കഴിയും. ഇങ്ങനെയുള്ള വാക്കുകളൊന്നും അവിടെ ഉപയോഗിച്ചതായിട്ട് അവിടെ ചരിത്ര രേഖകൾ ഇല്ല. എല്ലാം നേരെയാണ്. ഞങ്ങളെ നോക്കൂ, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് തരുന്നു. നസറേനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്കുക. വലം കൈക്ക് കയറി പിടിച്ചു. അവൻ്റെ നരിയാണി മുടന്തൻ്റെ കാലിൻ്റെ ആ വളഞ്ഞിരുന്ന ഭാഗം ഉടനെ നിവർന്നു, അസ്ഥികൾ നിവർന്നു. ബലഹീനമായി പോയ മാംസപേശികൾ, ഒരു ഫിസിയോതെറാപ്പിയും നടത്തിയില്ല, ഒരു മസാജിങ്ങും നടത്തിയില്ല, യാതൊരു ട്രീറ്റ്മെന്റിന് നാളുകൾ പോയി തിരുമിയൊന്നും വന്നില്ല. അവൻ്റെ പേശികൾക്കെല്ലാം പുതിയ ബലമുണ്ടായി. അല്ലെങ്കിൽ പേശികൾ ശുഷ്കിച്ചു പോയ ആ സ്ഥലത്ത് പുതിയ മാംസം വന്നു, ത്വക്കുകൊണ്ട് പൊതിഞ്ഞു, നരമ്പുകൾ വന്നു, രക്തയോട്ടമുണ്ടായി, അസ്ഥികളുണ്ടായി, അസ്ഥികൾ ബലപ്പെട്ടു. ആയിരക്കണക്കിന് കാര്യങ്ങൾ അവൻ്റെ കാലുകളിൽ സംഭവിച്ചു. 2 കാലുകളിലും ഒരുപോലെ സംഭവിച്ചു. അവൻ നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് ദേവാലയത്തിലേക്ക് കടന്നു. പ്രതീക്ഷ മുഴുവനും പത്രോസിന്റെ യോഹന്നാന്റെ പണത്തിലായിരുന്നെങ്കിൽ പണത്തിന് കഴിയാത്ത കാര്യം അവന് ലഭിച്ചു. ഏകദേശം 40ഓളം വർഷം നിരങ്ങി ജീവിച്ച ഒരുത്തൻ ഇതാ 40ാമത്തെ വയസ്സ് മുതൽ എഴുന്നേറ്റ് നടക്കുന്നു. ഒരു ജീവിതത്തിൻ്റെ ഒരു പുതിയ അധ്യായം തുറക്കുന്നു. നീണ്ട 40 വർഷം കാണാത്തത് ഇതാ അവൻ്റെ ജീവിതത്തിൽ എന്ന് ആരംഭിക്കുന്നു. ജീവിതത്തിൽ ഇന്ന് വരെ ദേവാലയത്തിൻ്റെ അകം കാണാത്തവൻ, ഭിക്ഷാടകൻ എന്ന പേരിൽ ശാപത്തിൻ്റെ കീഴെ കിടക്കുന്നവൻ, ദാരിദ്ര്യം, വൈകല്യം, ഇല്ലായ്മകൾ, വേദനകൾ, അവഗണനകൾ, ഒറ്റപ്പെടലുകൾ ഒരൊറ്റ നിമിഷം കൊണ്ട് മാറി മറിഞ്ഞ ഒരു ചരിത്രമാണ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്കുക എന്ന വാക്കിലൂടെ സംഭവിച്ചത്. നമുക്കുള്ളത് കൊടുക്കേണ്ടതുപോലെ കൊടുത്താൽ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുമില്ലാത്തവർക്ക്, അല്ലെങ്കിൽ ചെറിയ പ്രതീക്ഷയുള്ളവർക്ക് വലിയ വിടുതലുകൾ കാണാൻ കഴിയും. ഞങ്ങൾക്കുള്ളത് തരുന്നു, എന്തെങ്കിലും കിട്ടുമെന്ന് കരുതി അവൻ അവരെ സൂക്ഷിച്ചു നോക്കി. കിട്ടുക തന്നെ ചെയ്തു. സയൻസിന് കഴിയാത്തത്, പണം കൊണ്ട് സാധ്യമല്ലാത്തത്. ഇത് കേൾക്കുന്ന ഓരോരുത്തരും അറിയണം, ഈ ചരിത്രം ഇന്നും
ആവർത്തിക്കപ്പെടും. കാരണം ഈ ചരിത്രത്തിൻ്റെ കാരണഭൂതനായവൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് 2000 വർഷമായി തൻ്റെ സഭയ്ക്ക് വേണ്ടി ഈ ശക്തിയെ പകർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ നാമത്തിൽ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്ക് ഇതിനപ്പുറമുള്ള കാര്യങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും. ഒരത്ഭുതത്തിന് വേണ്ടി ഈ മാസത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ദിവസം ഒരു ഷിഫ്റ്റ് നടക്കാൻ വേണ്ടി നമുക്ക് വിശ്വസിക്കാം. ഇന്ന് പുതിയ മാസത്തിലേക്ക് കാലുന്നതിന് മുമ്പ് ഈ മാസം എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നടക്കുമെന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് കർത്താവിലോട്ട് നോക്കാം. നമ്മുടെ മുഖം ലജ്ജിക്കാൻ അവൻ സമ്മതിക്കില്ല. പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് ഈ വചനങ്ങൾ കേട്ട ഓരോ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അളവ് കൂടാത്ത ദൈവകൃപയുടെ നദിയെ ഒഴുക്കി കൊടുക്കണമേ. നീണ്ട വർഷങ്ങളായി ജീവിതത്തിൽ പല ചവിട്ടുപടികളും ആഗ്രഹിച്ചിട്ടും ചവിട്ടിക്കയറാൻ കഴിയാതെ പടിക്കെട്ടുകളുടെ ഏറ്റവും താഴത്തെ വശത്തിരുന്ന് ജീവിതം തള്ളി നീക്കുന്ന ഈ മുടന്തനെ പോലെ ഒരു പടി പോലും മുകളിലോട്ട് ചുവടുവെക്കാൻ ഇന്നുവരെ കഴിയാതെ ഏറ്റവും താഴ്ചയിൽ കിടക്കുന്ന ചിലർക്ക് വേണ്ടി ഇന്നത്തെ ദിവസം അങ്ങയുടെ കരം ചലിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവ് അത് ചെയ്യണം. അങ്ങയുടെ കരത്തിൻ്റെ വല്ലഭത്വം ഈ മക്കളത് കാണട്ടെ. കൃപയുടെ വ്യാപാരം അവർക്കുണ്ടാകട്ടെ. ഉയർച്ചകളുടെ പടിക്കെട്ടുകളിലേക്ക് നടന്നും തുള്ളിയും കൊണ്ട് ഏറ്റവും ഉയരങ്ങളിലേക്ക് ആ ശ്രേഷ്ഠതയിലേക്ക് പ്രവേശിക്കുവാൻ ഈ മക്കൾക്ക് ധാരാളം കൃപയുണ്ടാകട്ടെ. ഞാനിവരെ അനുഗ്രഹിക്കുന്നു. ഈ മാസത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ നിമിഷങ്ങളിലും വലിയ ദൈവകൃപ പ്രാപിപ്പാൻ ഇവരെ സഹായിക്കണം. സൗഖ്യത്തോടെ ഈ മാസത്തിൽ അവർ എഴുന്നേറ്റ് വരട്ടെ. ഉയർച്ചകൾ ഉണ്ടാകട്ടെ. സാമ്പത്തിക പടിക്കെട്ടുകളിലൂടെ ഇന്നു മുതൽ അവർ ചവിട്ടി കയറട്ടെ. വിജയത്തിന്റെ ചവിട്ടുപടികൾ ചവിട്ടി കയറട്ടെ. വാസ്തവമായിട്ടൊരു കർത്താവ് ഉണ്ടെന്ന് എല്ലാവരും അറിയട്ടെ. അനുഗ്രഹത്തിന്റെ, വിദ്യാഭ്യാസത്തിന്റെ, മാന്യതയുടെ, വലിയ ശുശ്രൂഷയുടെ ചവിട്ടുപടികൾ അവർ ചവിട്ടി കയറട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് തന്നെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തിരിക്കുകയാണ്, ചെയ്തുകൊണ്ടിരിക്കുന്നു, മേലാലും ചെയ്യും. പുതിയ മാസം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. നാളെ ജൂൺ 1 തീയതിയാണ്, ഞായറാഴ്ച ദിവസം. അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭായോഗം രാവിലെ 8 മണി മുതൽ നമ്മുടെ പ്രൈസ് ജനറേഷൻ ചർച്ചിൽ ആലപ്പുഴയിൽ വെച്ച് നടക്കുന്നു. നിങ്ങളെല്ലാവരെയും ഈ പ്രാർത്ഥനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.